ചായക്കട സ്റ്റൈലിലുള്ള അസാധു രുചിയുള്ള ഒരു വെറൈറ്റി പാൽ ചായയുടെ സീക്രട്ട് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് നടത്തുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ മുമ്പ് ചെയ്ത ഏകദേശം 10 ലക്ഷത്തിനടുത്ത് ആളുകൾ കണ്ട ചായയേക്കാളും ഇത് കുറച്ചും കൂടി ബെറ്ററാണ്. ഇതുണ്ടാക്കുന്ന രീതി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ഇതൊരു സ്പെഷ്യൽ ടീ ആണ്. അതുകൊണ്ട് തന്നെ സാധാരണ ചായയേക്കാളും ഒരല്പം സമയം കൂടുതൽ എടുക്കുമെങ്കിലും ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. 2 കപ്പ് ചായയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതുപോലൊരു സ്റ്റീൽ പാത്രമോ മറ്റോ വെച്ച് അതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്കിനി 3 ചെറിയ സൈസ് ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഏലക്ക വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 1/2 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ടയും ചേർത്ത് കൊടുക്കാം. മീഡിയം തീയിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ വേവിക്കുക. ഈ സമയം കൊണ്ട് മറ്റൊരു പാത്രത്തിൽ ഇതിലേക്ക് വേണ്ട പാല് തിളപ്പിക്കണം. ഞാൻ 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാല് നല്ല കട്ടിയുള്ള ഫുൾ ക്രീം പാലെടുക്കുക. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ്, അതായത് 3 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, തരിയോട് കൂടിയിട്ടുള്ള ചായപ്പൊടിയല്ല, പൗഡർ രൂപത്തിലുള്ള ചായപ്പൊടിയാണ് ഈ ചായക്ക് വേണ്ടത്. ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ ചായപ്പൊടി എടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എടുത്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ചായ നല്ല സ്ട്രോങ് ആക്കിയെടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത 1/4 കപ്പ് വെള്ളത്തിൽ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം വറ്റുന്നത് വരെ 2-3 മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി വേവിക്കുക. പാല് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതുപോലൊരു സ്റ്റീൽ മഗ്ഗോ അല്ലെങ്കിൽ തവിയോ കൊണ്ട് പാലിതുപോലെ പാത്രത്തിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കണം. പാല് പാട കെട്ടാതിരിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് പതഞ്ഞ് വരാനും വേണ്ടിയാണ്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി ചായ നല്ല സ്ട്രോങ് ആയി വരുന്നുണ്ട്. വേണമെങ്കിൽ തീ അല്പം കൂട്ടി വെച്ച് കുറച്ചുകൂടി പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇത് നല്ല സ്ട്രോങ് ആക്കി എടുത്താൽ മാത്രമേ ചായ പെർഫെക്റ്റായി കിട്ടുള്ളൂ. ഇത് ഒരുപാട് ഡ്രൈ ആക്കരുത്. അങ്ങനെയാണെങ്കിൽ ചായയുടെ അളവ് കുറഞ്ഞിട്ട് പാല് കൂടി നിൽക്കും, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. 1/4 കപ്പിൽ ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം വറ്റിച്ചെടുത്താൽ മതി. ഈ രീതിയിൽ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് പാല് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പതിപ്പിക്കുക. കുറച്ച് ഹൈറ്റ് കൂട്ടി ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പതിഞ്ഞു വരും. ഇനി തവി വെച്ചിട്ട് കുറച്ച് പതയെടുത്തിട്ട് 2 ഗ്ലാസ്സിലും ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുക. ഇനി ചായ നല്ല ചൂടോട് കൂടിയിട്ട് അരിപ്പ വെച്ചിട്ട് 2 ഗ്ലാസ്സിലും തുല്യ അളവിൽ ഒഴിച്ചു കൊടുക്കണം. സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മാക്സിമം ടീ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി പാല് ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് പാല് ഇതുപോലെ പതഞ്ഞ് വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ല ചൂടോട് കൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. 2 ഗ്ലാസ്സിലും ഇതുപോലെ ഒഴിക്കാൻ തുടങ്ങുമ്പം ഗ്ലാസിൻ്റെ ഏറ്റവും അടുത്ത് വെച്ചിട്ട് പിന്നീട് അകലം കൂട്ടി ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ പാലും അതുപോലെ തന്നെ ചായയൊക്കെ തമ്മിൽ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. സാധാരണ പാൽ ചായ പോലെ നമ്മളിത് പിന്നീട് അടിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ കുടിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുപോലെ തന്നെ പതയൊക്കെ ഉള്ളത് കൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്. ചായ എപ്പോഴും നല്ല ചൂടോട് കൂടി തന്നെ കുടിക്കുക. ഹോട്ടൽ പാരഗൺ സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 1-2 റെസിപ്പികളാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.